മുതിർന്ന CPI നേതാവും മുൻ LDF കൺവീനറുമായ വൈക്കം വിഷൻ ക്യാബിനറ്റ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ തെരഞ്ഞെടുപ്പ് അനുഭവം പങ്കുവച്ചത്. പഴയ പ്രചരണ രീതിയിൽ നിന്നും വളരെയേറെ മാറ്റം വന്നുള്ള പ്രചരണമാണ് ഇന്നുള്ളത്. സാങ്കേതികവിദ്യ ഏറെ വളർന്ന ഇക്കാലത്ത് ആധുനിക സൗകര്യം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടക്കുന്നതെന്നും വൈക്കം വിഷൻ പറഞ്ഞു. ദീർഘകാലം പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ മാറി നിൽക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറാൻ കാരണമെന്നും വൈക്കം വിഷൻ പറഞ്ഞു. സുധാകരൻ പാർട്ടി വിട്ട് മത്സരിക്കുന്നത് ഇടതുപക്ഷ ആശയങ്ങളെയും പ്രസ്ഥാനങ്ങളെയും എതിർക്കാൻ സഹായകരമായ സമീപനമായി മാറിയെന്നും വൈക്കം വിഷൻ കൂട്ടിച്ചേർത്തു. സുധാകരൻ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് ഒക്കെ വർക്ക് ചെയ്തു. MLA ആയി, മന്ത്രിയായി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച അങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് പിന്നീട് പാർട്ടിയിൽ നിന്നൊരു തീരുമാനം വന്നു. ഒരു 75 വയസ്സ് കഴിഞ്ഞവരിൽ ചുരുക്കം പേര് പിന്നെ വർക്ക് ചെയ്യാൻ കഴിയും. അവരുടെ ആ ചുമതല ഒന്ന് മാറ്റിവെക്കണം. ഞാനൊക്കെ സെൻട്രൽ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ തീരുമാനം ഞങ്ങളൊക്കെ കൂടി എടുക്കുന്നത്. അത് എന്തോ ഞാൻ ഈ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് ഈ പ്രക്രിയയിൽ പങ്കെടുത്തിട്ട് അവസാനം മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ എനിക്കും മനസ്സിലാകുന്നില്ല അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന്. സുധാകരൻ നന്നായി പാർട്ടി ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നു. അതൊരു ഇടതുപക്ഷ ആശയത്തിനെയും പ്രസ്ഥാനങ്ങളെയും എതിർക്കാൻ ഒരു സഹായകരമായ സമീപനമാണെന്ന് മാത്രമേ ഉള്ളൂ. കോട്ടയം ജില്ലയിൽ ഇക്കുറി ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവോടെ നില കൂടുതൽ മെച്ചപ്പെടുമെന്നും വൈക്കം വിഷൻ പറഞ്ഞു. പക്ഷേ കോട്ടയം ജില്ലയിൽ നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരും. അതല്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേർന്നപ്പോൾ ഉണ്ടായിരുന്നത് അതിനേക്കാൾ മെച്ചമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചമായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ 1-2 സീറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. അത് തിരികെ കിട്ടുമെന്നുള്ള നിലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.